الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അവ സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അതിൻ്റെ ഭൂരിഭാഗം സമയവും നമ്മിൽ നിന്ന് വിട്ടകന്നു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഒരാഴ്ച കൂടി മാത്രമേ റമളാനിൽ ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ നമുക്ക് നോമ്പും ഇബാദത്തുകളുമായി കഴിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ റമളാനിലെ കഴിഞ്ഞുപോയ ദിവസങ്ങളെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് ആശ്വസിക്കുവാൻ വകയുണ്ടോ? നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും റമളാനിലെ ദിനരാത്രങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച ഇബാദത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണം, രാത്രി നമസ്കാരം, സദഖകൾ തുടങ്ങി അനുഷ്ഠിച്ച കർമ്മങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ ജീവിത ക്രമത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ തരക്കേടില്ല, ആശ്വസിക്കുവാൻ വകയുണ്ടെങ്കിൽ
പടച്ചറബിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാ, കാരണം അള്ളാഹുവിന്റെ തൗഫീഖാണ്. അത് ഇനി നമ്മിൽ നിന്ന് വിട്ടുപോകാതെ, ചോർന്നു പോകാതെ ചേർത്ത് പിടിക്കുക, തുടരുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതല്ല, കഴിഞ്ഞ ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, പലതും മിസ്സായി പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ വേഗം അത് വീണ്ടെടുക്കുവാൻ പരിശ്രമിക്കുക. പടച്ചറബിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ശേഷിക്കുന്ന സമയം നഷ്ടപ്പെടാതെ ഉപയോഗപ്പെടുത്തുവാൻ പ്രാർത്ഥനയോടെ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ചിലതൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു, ചില ലക്ഷ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരുന്നു, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. ആ ടാർഗറ്റുകൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള വിലയിരുത്തലാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടത്. തഖ്വ നേടാൻ, അതേപോലെ പാപമോചനം കൈവരിക്കാൻ, ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്താൻ ഒക്കെ ഈ റമദാൻ നമ്മെ പാകപ്പെടുത്തണമായിരുന്നു. തിന്മകളിലേക്ക് മാടി വിളിക്കുന്ന, ഹറാമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പിശാചിന്റെ കൂട്ടാളികൾ തക്കം പാർത്ത് നിൽക്കുന്ന നമ്മുടെ ചുറ്റിലും അത്തരം ആളുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ, സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവയോടൊക്കെ നോ പറയാൻ ഈ റമദാനിലൂടെ ഒരു ഊർജം കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഹലാലും ഹറാമും ശ്രദ്ധിച്ച് ജീവിതത്തിൽ ആസകലം പടച്ചറബിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചായിരിക്കും എന്റെ മുന്നോട്ടുള്ള ജീവിതമെന്ന് മനസ്സുറപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഒന്നാമത്തെ ടാർഗറ്റ്. അഥവാ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കേവലം പള്ളിയിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുണ്ട്. അരുത് എന്ന് പറഞ്ഞ തെറ്റുകളോട് അതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അതാണ് നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ലഅല്ലകും തത്തഖൂൻ എന്നല്ല പറഞ്ഞത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ആ രീതിയിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർ ഏത് പ്രയാസങ്ങളിൽപ്പെട്ടാലും അവർക്കൊരു എക്സിറ്റ്, ഒരു തുറവി അള്ളാഹു കൊടുക്കുമെന്നാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവർ പോലും വിചാരിക്കാത്ത രീതിയിൽ അവരുടെ കാര്യങ്ങൾ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും, അള്ളാഹു കൊടുക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അവരുടെ പ്രയാസങ്ങളെല്ലാം നീക്കി അള്ളാഹു അവർക്ക് ആയാസം നൽകും, എളുപ്പം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅളിം ലഹു അജ്റ. ആരല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവരിൽ സംഭവിച്ചു പോകുന്ന പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും, അവർക്ക് മഹത്തായ പ്രതിഫലം നൽകും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഒരു ടാർഗറ്റ് പൂർത്തീകരിക്കുവാൻ സാധിച്ച ആളുകൾക്കുള്ള ഓഫറായി ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വെറും 65-ാം അധ്യായം സൂറത്തു ത്വലാഖിന്റെ 2, 3, 4, 5 ആയത്തുകൾ മാത്രം വായിച്ചാൽ അള്ളാഹു ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ജീവിതത്തിൽ പകലന്തിയോളം നമ്മൾ നോമ്പനുഷ്ഠിച്ച് വിശപ്പും ദാഹവും ഈ കൊടിയ വേനലിൽ ദാഹിച്ച് തൊണ്ട ഇറങ്ങിപ്പോകുന്ന, നാവ് വറ്റി വരളുന്ന സമയത്തും നമ്മൾ ആരും ഒരിറ്റ് വെള്ളം കുടിച്ചിട്ടില്ല. എന്തിന്റെ പേരിൽ? അള്ളാഹു എനിക്കത് അനുവദിച്ചിട്ടില്ല. റബ്ബിന്റെ സ്നേഹവും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ആ റബ്ബിന്റെ നിയമശാസനകൾ പാലിച്ച് ഇനി അങ്ങോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ആ തഖ്വ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പ്രതിഫലിക്കണം. എല്ലാ രംഗത്തും, നമ്മുടെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, തീറ്റയിൽ, കുടിയിൽ, വസ്ത്രത്തിൽ എന്ന് വേണ്ട എല്ലാ മേഖലകളിലും. അങ്ങനെയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അല്ലാഹു നമ്മളോട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ്. ഏതെങ്കിലും ഓരത്ത് നിന്ന് ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും പറഞ്ഞ് കർമ്മങ്ങൾ ചെയ്തു പോകാനല്ല. റമദാനിൽ മാത്രം നമ്മൾ അള്ളാഹുവിന്റെയും ദീനിന്റെയും വക്താക്കളാകാനല്ല. മറിച്ച് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് കയറി നിൽക്കണം. ഇസ്ലാമിന്റെ സൈഡിൽ നിന്ന് ഒരു കാല് അകത്തും ഒരു കാല് പുറത്തും അങ്ങനെയല്ല. ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ആദർശങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി ഒരു മുസ്ലിമാണ് എന്നതിൽ അഭിമാനത്തോടുകൂടി
പ്രഖ്യാപിക്കുവാനും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിൻപറ്റുവാനും നിങ്ങൾക്ക് സാധിക്കണം. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. പിശാചിന്റെ കൂട്ടാളികൾ ചുറ്റുഭാഗത്തു നിന്നും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ, തിന്മകളെ ഭംഗിയാക്കി അലങ്കൃതമാക്കി തോന്നിപ്പിച്ച് അതിലേക്ക് പിടിച്ചുകൊണ്ടുപോകാൻ സാഹചര്യങ്ങളുണ്ട്, വലവീശി കാത്തിരിക്കുന്നുണ്ട്. അറിയുക, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആ ശത്രുവിനെ അതിജയിച്ച് മുന്നേറുവാനുള്ള കരുത്താണ് വാസ്തവത്തിൽ റമദാനിലെ നോമ്പ് നമുക്ക് നൽകേണ്ടത്. ഒരു പോർക്കളം കണക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയുടെ കയ്യിലുള്ള പരിചയാണ് നോമ്പ്. ആ പരിചയിലൂടെ തിന്മകളെ പ്രതിരോധിച്ച് നരകത്തെ അതിജയിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുമെന്നാണ്. അങ്ങനെ നമുക്ക് വിജയിക്കാൻ സാധിച്ചാൽ ഒരൊറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം. പെരുന്നാളിന് നാം ധരിക്കുന്ന വസ്ത്രം, അതിലത് പ്രതിഫലിക്കും. നമ്മൾ നമ്മുടെ ഭാര്യമാർക്കും സഹോദരിമാർക്കും ഉമ്മമാർക്കും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ, അതിന്റെ പ്രകാശം കാണുവാൻ സാധിക്കണം. നഗ്നതകൾ മറയുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 30-31 ആയത്തുകൾ ഒന്ന് വായിച്ചു നോക്കുക. വിശ്വാസികളായ പുരുഷന്മാരോട് വിശ്വാസിനികളായ സ്ത്രീകളോട് രണ്ടുപേരോടും 30-31 ആയത്തുകൾ രണ്ട് വിഭാഗത്തെയും പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണ്. അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സഹോദരിമാർ അവരുടെ ശിരോവസ്ത്രങ്ങൾ മാറിടങ്ങളിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞു. ആണിനോടും പെണ്ണിനോടുമുണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ. എന്നിട്ട് അവസാനം സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങണം, തീർച്ചയായും നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ നിയമശാസനകൾ ഞാൻ അംഗീകരിച്ച് ഒരു വിശ്വാസിയായി, മുഅ്മിനായി, മുത്തഖിയായി ഞാൻ ജീവിക്കും. അതിനുള്ള ഇന്ധനം ഞാൻ നിറച്ചിട്ടുണ്ട്, അതിനുള്ള കരുത്ത് ഞാൻ ആർജിച്ചിട്ടുണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ പെരുന്നാൾ ആഭാസമാവുകയില്ല. അത് അള്ളാഹു നൽകിയ ഒരു ആഘോഷമായി അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് പടച്ചറബ് പറഞ്ഞ നിയമങ്ങളും ശാസനകളും അനുസരിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ടാർഗറ്റ്, റമദാൻ നമ്മളോട് ആവശ്യപ്പെട്ട സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ട് ഉണർത്തിയ ഒരു കാര്യം, മഗ്ഫിറത്ത്, പാപമോചനം നേടിയെടുക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചു പോയിട്ടുണ്ട്. കറകൾ കഴുകി, ആ തിന്മകളുടെ പാപക്കറകളെല്ലാം കഴുകി നമ്മുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഴ്ചകൾ, സ്ഖലിതങ്ങൾ ഉള്ളതായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് 2 കണ്ണുകൾ നൽകി. ആ കണ്ണുകൾ കൊണ്ട് കാണാൻ പാടില്ലാത്ത എന്തെല്ലാം നമ്മൾ കണ്ടു. ചിലപ്പോൾ ആരും കാണാതെ വാതിലടച്ച് നമ്മുടെ റൂമിൽ നമ്മൾ ഫോണിൽ കണ്ട സംഗതികൾ, ചാറ്റ് ചെയ്ത കാര്യങ്ങൾ. അള്ളാഹു നമുക്ക് നൽകിയ കാതുകൾ, ആ 2 കാതുകൾ കൊണ്ട് എന്തൊക്കെ നമ്മൾ കേട്ടു. അള്ള പറഞ്ഞ നന്മകൾക്ക് നമ്മുടെ ചെവി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചോ? അതല്ല, അള്ള വിലക്കിയ ഹറാമുകളിലായിരുന്നോ നമ്മുടെ കാതുകൾ ഉണ്ടായിരുന്നത്? അള്ളാഹു നമുക്ക് നൽകിയ നാവ്, ആ നാവ് കൊണ്ട് നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ, ദിക്റുകൾ ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, തസ്ബീഹും തഹ്ലീലും പറയാൻ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെ അനവധി തവണ ആ നാവ് കൊണ്ട് നന്മകൾ പറയേണ്ടതിന് പകരം എന്തെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഉമ്മയെ നോക്കി നമ്മൾ പലതും പറഞ്ഞില്ലേ? ആ ഉമ്മയുടെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും വാക്കുകൾ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അപരാധമാണ്. നമ്മുടെ വാപ്പയെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അപരാധമാണ്, തിന്മയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്കാൻ ചെയ്താൽ നിരവധി തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, സ്ഖലിതങ്ങൾ നമുക്ക് വന്നു പോയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. നമ്മൾ അംഗീകരിക്കേണ്ടി വരും. വേണ്ടാത്തത് പലതും വന്നുപോയി എന്നതുപോലെ വേണ്ടത് പലതും ഉണ്ടായില്ല എന്നതും നമ്മുടെ കുറവുകളായി നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും. അള്ളാഹു നൽകിയ സമ്പത്തും ആരോഗ്യവും ആയുസ്സും ഒക്കെ ഏത് വിധേന വിനിയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവിടെയൊക്കെ കുറെ കുറവുകളും പുഴുക്കുത്തുകളും ന്യൂനതകളും നമുക്ക് കാണുവാൻ സാധിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പരിഹാരം പറഞ്ഞു തന്നു.
കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ മക്കൾ മനുഷ്യന്മാരെല്ലാവരും പിഴവുകൾ, അബദ്ധങ്ങൾ സംഭവിക്കുന്ന ആളുകളാണ്. ആ അബദ്ധങ്ങളിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ല ഒരു വിശ്വാസി ചെയ്യുന്നത്. വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ, ആ വീഴ്ചകളിൽ മനം നൊന്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നവരാണ് അവരിൽ ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ നല്ല മനസ്സുണ്ടെങ്കിൽ ഏത് സമയത്തും റബ്ബിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിച്ചെല്ലാം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ്. അത് ഏത് സമയത്തായിരിക്കുമെന്ന് നമുക്ക് അറിയുക സാധ്യമല്ല. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ അതിന് ഏറ്റവും അനുകൂലമായൊരു സാഹചര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റമദാൻ കിട്ടിയിട്ടും മഗ്ഫിറത്ത് നേടിയെടുക്കാൻ കഴിയാത്തവർ മഹാനഷ്ടക്കാരാണ്, ഹതഭാഗ്യരാണ്. അവരെ അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരപ്പെടുത്തട്ടെ, അകറ്റട്ടെ എന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. റമദാനിലെ 1 മുതൽ ഈ പറയുന്ന ദിവസങ്ങളിലേത് മാത്രമല്ല, അതിനു മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, അള്ളാഹുവിന്റെ നിഅമത്തുകൾ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചിട്ട് പടച്ചറബിന്റെ വിധിവിലക്കുകളോട് എന്റെ സമീപനം എന്തായിരുന്നു, എന്റെ പെരുമാറ്റങ്ങൾ എന്തായിരുന്നു, ഹറാമുകൾ ഞാൻ തിന്നിട്ടുണ്ടോ, കുടിച്ചിട്ടുണ്ടോ, ഹറാമിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ടോ, ഹറാമിലേക്ക് ഞാൻ കാതുകൊടുത്തിട്ടുണ്ടോ, ഹറാമുകൾ എന്റെ നാവ് കൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ പലതും കുറവുകളുണ്ട് എന്ന് നമുക്ക് മനസാക്ഷിയെ വഞ്ചിക്കാതെ പറയാൻ സാധിച്ചാൽ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുവെ പുറത്തു തരണേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത, സ്ഖലിതങ്ങൾ സംഭവിക്കാത്ത, ബോധപൂർവം ഒരു തെറ്റ് ചെയ്യാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ട് നമ്മളോട് പറയാൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, പടച്ചറബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യണം. ഞാൻ ഓരോ ദിവസവും 100-ലധികം തവണ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ നടത്തലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ എത്ര തവണ പറയണം റബ്ബിനോട്? ആത്മാർത്ഥമായിരിക്കണം ആ പറച്ചിൽ. അള്ളാഹുവേ, എന്റെ ജീവിതത്തിൽ ഇന്ന സംഗതികൾ സംഭവിച്ചു പോയിട്ടുണ്ട്, അത് എന്നേക്കാൾ നന്നായി അറിയുന്നവനാണ് നീ. പടച്ചവനെ, നീ എനിക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നമുക്ക് മാതൃക കാണിച്ച അമ്പിയാക്കന്മാരുടെ, സജ്ജനങ്ങളുടെ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമുക്ക് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിച്ച് ആത്മാർത്ഥമായി ആ പാപക്കറകൾ കഴുകി വൃത്തിയാക്കി മനസ്സ് സംശുദ്ധമാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടെ നമ്മെ സ്വീകരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. ഒരടിമ റബ്ബിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മനസ്സ് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഖേദിച്ച് മടങ്ങുമ്പോൾ അള്ളാഹു അങ്ങേയറ്റം സന്തോഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉപമ കൂടി വിശദീകരിച്ചു തന്നു. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ വാഹനമാകുന്ന ഒട്ടകപ്പുറത്ത് അയാൾക്ക് കുടിക്കുവാനുള്ള വെള്ളവും കഴിക്കുവാനുള്ള ഭക്ഷണവും യാത്രക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ശേഖരിച്ചു വെച്ച ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറി യാത്ര പോകുമ്പോൾ കുറച്ചങ്ങ് സഞ്ചരിച്ചതിന് ശേഷം ക്ഷീണവും തളർച്ചയും വന്നപ്പോൾ ഒരു മരത്തണൽ അയാൾക്ക് കിട്ടി. അയാൾ ആ തണലിൽ ഇറങ്ങി വിശ്രമിച്ചു. ആ സന്ദർഭത്തിൽ അയാൾ ഉറങ്ങിപ്പോയി. ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അയാളുടെ മുന്നിൽ ഒട്ടകം കാണാനില്ല. കുടിക്കാനുള്ള വെള്ളം അയാൾക്ക് നഷ്ടമാണ്. ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അങ്ങനെ ആത്മകഥം ചെയ്തു, ഈ മണൽക്കാട്ടിൽ ഒരു മനുഷ്യൻ പോലും എന്നെ സഹായിക്കാനില്ലാതെ ഞാൻ ഇവിടെ പിടഞ്ഞു ചാകും എന്ന രീതിയിൽ മനസ്സ് തകർന്ന് അയാൾ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി എന്ന്. ആ ഉറക്ക് കഴിഞ്ഞ് അയാൾ ഉണർന്നു നോക്കുമ്പോൾ അയാളുടെ അടുക്കലേക്ക് തന്റെ ഒട്ടകം, അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടാതെ, ഭക്ഷണത്തിന്റെ ഒരു തരി പോലും ചോർന്നു പോകാതെ അയാളെ ലക്ഷ്യമാക്കി അയാളുടെ നേരെ നടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ സന്തോഷം എത്രയായിരിക്കും? എന്നിട്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അയാളുടെ വാക്കുകൾ, സന്തോഷത്തിന്റെ തള്ളിച്ച കൊണ്ട് അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. പടച്ചവനെ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. എങ്ങനെ പറയേണ്ടിയിരുന്നത്? അത്യുന്നതനായ അള്ളാഹുവെ, നീ എന്റെ അത്യുന്നതനായ റബ്ബും ഞാൻ നിന്റെ വിനയാന്വിതനായ അടിമയുമാണ് എന്ന് പറയേണ്ട ആള് സന്തോഷത്തിന്റെ തള്ളിച്ച കൊണ്ട് ആ വാക്കുപോലും മാറിപ്പോയി. അയാളുടെ ഒരു സന്തോഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. അയാളേക്കാൾ റബ്ബിന് സന്തോഷമായിരിക്കും ഹറാമിലൂടെ, തെറ്റിലൂടെ, മോശമായ വഴികളിലൂടെ സഞ്ചരിച്ച ഒരാൾ
ആത്മാർത്ഥമായി പടച്ചറബിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണം, നരകം എനിക്ക് സഹിക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു വരുമ്പോൾ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സന്തോഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഓതി നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ വിനയാന്വിതരായ ഇബാദുർ റഹ്മാനിന്റെ കുറെ വിശേഷണങ്ങൾ. അത് പറയുമ്പോൾ ഖുർആൻ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ ശിർക്ക് വെച്ച ആളുകൾ, അതേപോലെ തന്നെ വ്യഭിചരിച്ച ആളുകൾ, മോശമായ പല തിന്മകളും തെമ്മാടിത്തങ്ങളും ചെയ്ത ആളുകൾ, അവർക്കും അള്ളാഹു ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ, പശ്ചാത്തപിക്കുകയും വിശ്വാസം പുതുക്കുകയും പടച്ചറബിലേക്ക് ആത്മാർത്ഥമായി തിരിച്ചു ചെല്ലുവാൻ സാധിക്കുകയും ചെയ്താൽ അവർക്കുമുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലവും പശ്ചാത്താപവും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അള്ളാഹുവേ നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. വതുഹിബ്ബുൽ അഫ്വ, ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ്. ഫഅഫു അന്നി, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണേ, വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് ആത്മാർത്ഥമായും മനസ്സിൽ തട്ടി അഫൂവായ ഗഫൂറായ തവ്വാബായ റബ്ബിനെ മനസ്സിലാക്കി ആ റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പുറത്തു തരാൻ വേണ്ടി ആത്മാർത്ഥമായി തേടിയാൽ അത് നിഷ്കളങ്കമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുമെന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വയുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർ ചെയ്തു കൂട്ടിയ തിന്മകളെ നന്മകളാക്കി പകരം അല്ലാഹു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഹറാമുകളിലൂടെ സമയം വിനിയോഗിച്ച് സമ്പത്ത് വിനിയോഗിച്ച അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ആ വഴിക്കായിരുന്നത് ആത്മാർത്ഥമാണെങ്കിൽ, പശ്ചാത്താപം സത്യസന്ധമാണെങ്കിൽ, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ തിരിച്ചു പോവുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി സത്യസന്ധമായി ചെയ്യുന്ന തൗബയാണെങ്കിൽ അള്ളാഹു ആ തൗബ സ്വീകരിക്കുകയും അയാളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നന്മകളാക്കി പകരം കൊടുക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നസൂഹായ തൗബ, കലർപ്പില്ലാത്ത, വഞ്ചനയില്ലാത്ത, കാപട്യമില്ലാത്ത, ആത്മാർത്ഥവും സത്യസന്ധവുമായ തൗബ അള്ളാഹുവിലേക്ക് നൽകി തിരിച്ചു പോകാൻ നമുക്ക് സാധിച്ചാൽ, നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് ഈ റമദാനിന്റെ ഓരോ സമയവും നമുക്ക് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ സന്തോഷിക്കാൻ, സമാധാനിക്കാൻ വകയുണ്ട്. അള്ളാഹു നമ്മുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ പുറത്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ റമദാൻ മൊത്തത്തിൽ ഒരു ക്രമീകരണത്തിന്റെ, ഒന്ന് റീസെറ്റിന്റെ സമയമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ഉറക്കിന്റെ കാര്യത്തിൽ, നമ്മുടെ ജോലിയുടെയും കർമ്മങ്ങളുടെയും ഇബാദത്തുകളുടെയും എല്ലാം വിഷയത്തിൽ നമ്മൾ ശീലിച്ചു വന്ന പല ശീലങ്ങളെയും നമ്മൾ പൊളിച്ച് ഒന്ന് റീസെറ്റ് ചെയ്ത അവസരമായിരുന്നു. ആ റമദാനിലെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിട്ട് ഫഹുവ ശഹ്റു സ്വബർ, അത് നിയന്ത്രണത്തിന്റെ സ്വബറിന്റെ മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രീതിയിൽ നോമ്പ് കാലത്ത് നമ്മൾ മൊത്തത്തിൽ സ്വീകരിച്ച ആ അടുക്കും ചിട്ടയും ആ ചിട്ടവട്ടങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുമായി ബന്ധിപ്പിച്ച് നമ്മുടെ ജീവിത ശൈലിയാക്കി, ജീവിത രീതിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന വാക്കുകളിലൂടെ, കാണിച്ചു തന്ന പ്രവർത്തനങ്ങളിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരങ്ങളിലൂടെയൊക്കെ, അതിനൊക്കെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. കേവലം ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യം എന്ന അർത്ഥത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ മാതൃക കാണിച്ച ആ മാതൃകാ ജീവിതം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ റോൾ മോഡൽ എങ്കിൽ ആ പ്രവാചകനെ പഠിച്ച് മനസ്സിലാക്കി ഓരോ മേഖലയിലും എങ്ങനെ ധരിക്കണം, എങ്ങനെയായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം വെള്ളം കുടിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്, പള്ളിയിലേക്ക് വരേണ്ടത്, മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും ആ ജീവിതം പഠിച്ചറിഞ്ഞ് ഫോളോ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ആ ചിട്ടവട്ടങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്ന ചട്ടക്കൂടിൽ നമ്മൾ മെരുക്കിയെടുത്തുകൊണ്ട് ഒരു ജീവിത ശൈലിയാക്കി നമുക്ക് മാറ്റാൻ സാധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ കടക്കും, സ്വർഗത്തിൽ പോകണ്ട എന്ന് വിസമ്മതിച്ചവരൊഴികെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എല്ലാവരും സ്വർഗത്തിലൊന്ന് എത്തിപ്പെടാൻ വേണ്ടിയാണല്ലോ അധ്വാനിക്കുന്നത്,
സ്വർഗത്തിൽ പോകണ്ട എന്ന് തീരുമാനിച്ചവരാരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്വാഅനി ദഖലൽ ജന്ന. എന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികളൊക്കെ ഉപദേശങ്ങളായി, നിർദ്ദേശങ്ങളായി വന്നിട്ട് ആര് എന്നെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തോ അവര് സ്വർഗത്തിൽ പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആ രീതിയിൽ പണിയെടുക്കുകയും ചെയ്ത ആളുകളാണ്, അവര് സ്വർഗത്തിൽ കടക്കും. വമൻ അസ്വാനി, എന്നാൽ എന്റെ വാക്കുകൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അതിന് ചെവി കൊടുക്കാതെ, അത് കേട്ടാലും അറിഞ്ഞാലും അതിന് നെവർ മൈൻഡ്, ഒരു മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളുകൾ, അവർ സ്വർഗത്തിൽ പോകണ്ട എന്ന് തീരുമാനിച്ചവരാണ്, അവർക്ക് സ്വർഗമില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ, ചര്യകളെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പറയൂ നബിയെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് മഹബ്ബത്ത് വെക്കുന്നവരാണെങ്കിൽ, സ്നേഹമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ജീവൻ നൽകിയ, കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും പിടിക്കാനുള്ള കൈയും നടക്കാനുള്ള കാലും അതേപോലെ ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ നൽകി, സമ്പത്ത് നൽകി, മക്കളെ നൽകി, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയ ആ റബ്ബിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഫത്തബിഊനി, പ്രവാചകനാകുന്ന എന്നെ നിങ്ങൾ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹ് നിങ്ങളെയും സ്നേഹിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതിനേക്കാൾ വലിയ കാര്യം അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കുക എന്നതാണ്. ആ റബ്ബിന്റെ സ്നേഹം നിങ്ങൾക്ക് വേണോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പഠിച്ചു മനസ്സിലാക്കി പിൻപറ്റണം. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സ്ഖലിതങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരുകയും ചെയ്യുമെന്നാണ്. എല്ലായിടത്തും ആ മാതൃകയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രം ധരിക്കുന്നിടത്ത്, ഭക്ഷണം കഴിക്കുന്നിടത്ത്, വെള്ളം കുടിക്കുന്നിടത്ത് എല്ലാം ഉണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, റമദാനിലെ നോമ്പ് മുറിഞ്ഞു പോകുമോ എന്ന് സംശയിച്ച് പേടിച്ച് ഒരു ഉമിനീര് പോലും ഇറക്കാതെ വല്ലാതെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഈ സുന്നത്തുകളെയും പ്രവാചക ജീവിതത്തെയും നമ്മുടെ ജീവിതവുമായി എത്ര കണ്ട് ബന്ധിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പ് തുറക്കുന്ന ആ സമയത്ത് നമ്മളെല്ലാവരും വെള്ളം കുടിക്കും, ഈത്തപ്പഴം തിന്നും, മറ്റു പലതും കഴിക്കും. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സ്വർഗത്തിൽ കടക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാൻ, മഗ്ഫിറത്ത് കിട്ടാൻ ഒക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ബിസ്മി ചൊല്ലി കഴിക്കണം. വലത് കൈകൊണ്ടായിരിക്കണം നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ടത്. ഇടത് കൈകൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും പിശാചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ വെള്ളം കുടിക്കുമ്പോൾ ദാഹിച്ചു കുറേ നേരം, മണിക്കൂറുകൾ നമ്മൾ നിന്നതാണ്, എന്നാലും ഇറക്കിറക്ക് സാവകാശം ഇരുന്നുകൊണ്ട് ഈ സുന്നത്തുകളൊക്കെ പാലിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്താൽ വിശപ്പും ദാഹവും ഒന്നും മാറാതിരിക്കൂല. അതൊക്കെ മാറുമെന്ന് മാത്രമല്ല, ഏറ്റവും ശാസ്ത്രീയമായി, അതിനേക്കാൾ ഉപരി ആത്മീയമായി വലിയ ഉണർവിലൂടെ, ഉന്നതമായ പ്രതിഫലത്തിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കും. അങ്ങനെ അത് ശീലമാക്കി റമദാനിന് ശേഷവും തുടർത്തുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ നമ്മുടെ സംസാരങ്ങൾ, നോമ്പിൽ നമ്മൾ പലതും ശ്രദ്ധിച്ചു, പലരോടും വർത്തമാനം പറഞ്ഞപ്പോൾ നമ്മൾ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ റമദാനിന് ശേഷവും ലൈസൽ മുഅ്മിനു ബിത്തആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികൾ മറ്റുള്ളവരെ കുത്തി നോവിക്കുകയോ ആക്ഷേപം പറയുകയോ ചെയ്യുന്നവരല്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് സകലമാന ദൂഷ്യങ്ങൾ, അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല, അയാൾക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ട്, അയാളുടെ കുടുംബം, അയാളുടെ അഭിമാനം, അന്തസ്സിനൊക്കെ പോറലേൽക്കുന്ന പലതും സംസാരിക്കുന്ന രീതി ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. റമദാനിൽ നമ്മൾ ശീലിച്ച ആ ആത്മീയ നിയന്ത്രണം, നാവിനെ നിയന്ത്രിക്കുന്ന രീതി നമുക്ക് ഇനിയും തുടരാൻ സാധിക്കണം. വലല്ലആൻ, ശപിക്കുന്നവനുമല്ല. മക്കളെ, ഭാര്യയെ, വീട്ടിലുള്ള മൃഗങ്ങളെ, ഉപയോഗിക്കുന്ന വാഹനത്തെ, പലതിനെയും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകാതെയാകുമ്പോൾ ലഅനത്ത് ചെല്ലുന്ന ശാപവാക്കുകൾ പറയുന്ന രീതി അത് വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലൽ ഫാഹിഷ് വലൽ ബദി, അതേപോലെ വൃത്തികെട്ട മോശപ്പെട്ട സംസാരങ്ങൾ, മോശമായ വാക്കുകൾ, മോശമായ പ്രവൃത്തികൾ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുവാൻ പാടില്ല. ഇങ്ങനെ പരിശുദ്ധ റമദാനിന്റെ ആ ചൈതന്യവും നന്മയും നിലനിർത്തിക്കൊണ്ടുപോകുവാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അള്ളാഹുവിന്റെ നിയമങ്ങളെ, വിധിവിലക്കുകളെ നിങ്ങൾ സൂക്ഷിക്കണം. വആമിനു ബിറസൂലിഹി,
അള്ളാഹുവിന്റെ ദൂതനിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം. എങ്കിൽ യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതി, അള്ളാഹു നിങ്ങൾക്ക് അവന്റെ കാരുണ്യത്തിൽ നിന്ന്, റഹ്മത്തിൽ നിന്ന് ഡബിൾ, ഇരട്ടിയായി നിങ്ങൾക്ക് അവൻ നൽകും. വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ പറ്റുന്ന പ്രകാശം നിറഞ്ഞ ഒരു സുന്ദരമായ വഴി അവൻ നിങ്ങൾക്ക് മുമ്പിൽ വെട്ടിത്തെളിച്ചു തരും. വയഗ്ഫിർ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരും. വല്ലാഹു ഗഫൂറുൻ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവരുമാണ് എന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ കാര്യം അള്ളാഹു 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 28-ാമത്തെ ആയത്തിലും അവിടെ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. ആ റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത്, അവന്റെ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും പുറത്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മളിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ വിശ്വാസികൾ പ്രത്യേകം മനസ്സ് വെക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ലൈലത്തുൽ ഖദർ എന്ന ആ അസുലഭമായ അവസരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുവാനുള്ള മനസ്സുമായി അതിനെ പ്രതീക്ഷിച്ച് കർമ്മങ്ങളിലൂടെ കാത്തിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. അത് ഓരോ വർഷവും ആവർത്തിക്കും. ഖുർആൻ അവതരിച്ച രാവ് കഴിഞ്ഞു പോയില്ലേ എന്നല്ല പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിന്റെ അവസാനത്തെ 10 ആ ലൈലത്തുൽ ഖദർ നിങ്ങൾ അന്വേഷിക്കുക, പ്രതീക്ഷിക്കുക. ഇബാദത്തുകളായി, സൽക്കർമ്മങ്ങളായി ആ രാവ് നിങ്ങൾ സജീവമാക്കിയാൽ അതൊരു ഭാഗ്യമായി നിങ്ങൾക്ക് കിട്ടുന്ന സംഗതിയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണ് ആ ഒരൊറ്റ രാത്രി എന്ന് പറയുമ്പോൾ 83 വർഷം നമ്മുടെ ആയുസ് ആകെ എത്ര ഉണ്ടാകും? ഇപ്പോൾ നമ്മൾ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിലുള്ള എല്ലാവരും 80-83 വർഷം വരെയും ജീവിക്കുമെന്ന് നമുക്കാർക്കും ഉറപ്പില്ല എന്നല്ല, ഉറപ്പിച്ചു പറയാൻ കഴിയും. 83 വർഷത്തിനുള്ളിൽ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ടാകും. ഇനിയും ഒരു 83 വർഷം ഉണ്ടാവോ? പക്ഷെ ലൈലത്തുൽ ഖദ്ർ 1000 മാസമാണ് എന്നല്ല, 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്നാണ്. 1000 മാസം പോലെ എന്നല്ല, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമം. അഥവാ 83 വർഷം നമ്മൾ റുകൂഇലായി, സുജൂദിലായി പടച്ച റബ്ബിന്റെ മുന്നിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്ത് സമയം വിനിയോഗിക്കുന്നുവെങ്കിൽ 83 വർഷം ആ ഇബാദത്ത് ചെയ്ത പുണ്യം നമുക്ക് കിട്ടുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ. അതിന് എന്തെങ്കിലും ഫിത്നകളും വസ്വാസും ഒക്കെ ആക്കി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾ, അത്തരം ആളുകളുടെ വാക്കുകളിലേക്ക് ചെവി പോലും കൊടുക്കാതെ അവരൊക്കെ സ്വർഗത്തിന്റെ വഴിയിലെ മുൾത്തടികളാണ് എന്ന് മനസ്സിലാക്കി പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളയുക എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ, അള്ളാഹു പറഞ്ഞ വാക്കുകൾ, അതിന് ചെവി കൊടുത്ത് ആ നന്മകൾക്ക് വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കണം. എല്ലാവർക്കും എഴുത്തിക്കാഫിനിരിക്കാൻ സാധിച്ചോളണമെന്നില്ല. ജോലി സംബന്ധമായ, രോഗസംബന്ധമായ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പക്ഷെ എഴുത്തിക്കാഫ് മാത്രമല്ല ഈ ദിവസത്തിലുള്ളത്. നമുക്ക് ഖുർആൻ ഓതാം, നമുക്ക് ദിക്റുകളും ദുആകളും ചെയ്യാം, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാം, സ്വതക്കകൾ ചെയ്യാം, സകലമായ നന്മകളും നമുക്ക് ചെയ്യാം. പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടാൻ സാധിച്ചാൽ അതിനേക്കാൾ നല്ലത് എന്ന് മാത്രം. ഇനി അതിന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും സമയം നഷ്ടപ്പെടുത്തുകയല്ല. ഈ 83 വർഷവും നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം ഇഅ്തികാഫിനിരിക്കുന്ന ആളുകളിൽ പോലും പിശാച് കടന്നുകൂടുന്ന ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്. വാട്സപ്പും ഫേസ്ബുക്കും
ട്വിറ്ററും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഒക്കെയായി എഴുത്തിക്കാഫിന്റെ പേരിൽ സമയം കളയുന്ന ആളുകൾ, അത് പടച്ചറബിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദ്യതയും ധിക്കാരവുമാണ്. ആ പുണ്യത്തെ വികൃതമാക്കുന്ന പ്രവൃത്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി ആ നന്മ നേടിയെടുക്കാൻ നമ്മൾ രാവ് ഹയാത്താക്കിക്കൊണ്ട് സജീവമാക്കിക്കൊണ്ട് ഇബാദത്തുകളിലൂടെ ധന്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു, എല്ലാ വർഷവും ഒരേ ദിവസം തന്നെ ആയിരിക്കണമെന്നില്ല ലൈലത്തുൽ ഖദർ. അവസാനത്തെ 10 അവസാനത്തെ 10 ഒറ്റ രാവിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹദീസുകളിൽ തന്നെ വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ, റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അവ എല്ലാറ്റിനെയും സമന്വയിപ്പിക്കുമ്പോൾ വസ്വഹീഹു അന്നഹാ തതനഖൽ, ഒരു വർഷം 21 രാവിനാണെങ്കിൽ 23-നാകാം, പിറ്റത്തെ വർഷം 25-നാകാം, 27-നാകാം, 29-നാകാം, ഇങ്ങനെ മാറി മാറി വരാൻ സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെയാകുമ്പോഴാണ് ആ ഹദീസുകളെ എല്ലാറ്റിനെയും നമുക്ക് യോജിപ്പിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ആ ലൈലത്തുൽ ഖദറിന്റെ ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹുൽ മുംതിഇൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വിശദമായി പറയുന്നുണ്ട്. ഒന്ന്, ഖുവ്വത്തുൽ ഇളാഅത്തി വന്നൂർ, ആ രാവിന് നല്ല വെളിച്ചവും പ്രകാശവും ഉണ്ടായിരിക്കും. നല്ല ലൈറ്റുള്ള സമയത്ത് ചിലപ്പോൾ നമുക്കതിന്റെ പ്രത്യേകത തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു രാത്രിയുടെ പ്രത്യേകത ഹദീസുകളിൽ വന്നത് അടിസ്ഥാനപ്പെടുത്തി പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ അത്തുമഇനീന, ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഇൻഷിറാഹു സ്വദർ ലിൽ മുഅ്മിനീൻ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രത്യേകമായ ഒരു മനസ്സിന് സന്തോഷവും വലിയ ഒരു വിശാലതയും ഒക്കെ കിട്ടും. അതേപോലെ തന്നെ അർരിയാഹു തകൂനു സാക്കിന, ഒരു ഇളങ്കാറ്റുണ്ടാകും. ഇതൊക്കെ ആ രാത്രിയുടെ അടയാളങ്ങളായി പ്രത്യേകതയായി പണ്ഡിതന്മാർ വിശദീകരിച്ച സംഗതിയാണ്. അങ്ങനെ കാണുമ്പോൾ കൂടുതൽ നന്മകളിൽ സജീവമാകാൻ, ഉറക്കമൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ, അങ്ങനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിച്ചാൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് കഴിഞ്ഞു വരുന്ന പ്രഭാതത്തിലെ സൂര്യരശ്മിക്ക് ശക്തമായ കുത്തുന്ന രശ്മികൾ ഉണ്ടാവുകയില്ല എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഈ ഭാഗ്യം കിട്ടിയ ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള ഒരു അവസരം എന്നല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള അടയാളമാണ്. അപ്പോ ആ ദിവസത്തെ, ആ സമയത്ത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി, നേട്ടമായി കണ്ടുകൊണ്ട് അതിനെ വിനിയോഗിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫിത്ർ സക്കാത്ത്, ഓരോ കുട്ടിക്കും ഓരോ വയസ്സായ, നോമ്പെടുക്കാൻ പോലും കഴിയാത്ത, സംസാരിക്കാൻ പോലും കഴിയാതെ അങ്ങനെ ഒരു ജീവച്ചവം പോലെ കിടക്കുന്ന വെല്ലിപ്പയാണ് വെല്ലിമ്മയാണെങ്കിൽ അവരടക്കം ആബാലവൃദ്ധം നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലേ? എത്രയാണോ കൊടുക്കാൻ കഴിയുള്ളൂ അവർക്ക് കൊടുക്കണം. സമ്പന്നരായ ആളുകൾ മാത്രം കൊടുക്കേണ്ട സംഗതിയല്ല ഫിത്ർ സക്കാത്ത് എന്നർത്ഥം. ആ പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകളും കുറവുകളും പരിഹരിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പരിപൂർണ ഈമാനോടുകൂടി മുഅ്മിനീങ്ങളായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വിശേഷിച്ച് ഗൾഫ് നാടുകളിൽ, പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, ഭീതിയിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും അന്ത്യം കൊതിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക്, അമേരിക്കക്കും ഇസ്രായേലിനും എതിരിൽ അള്ളാഹു വിശ്വാസികളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار،
اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.